അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മുടെ സംവാദം പകുതിയിലധികമായി, അഥവാ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ വാദം തന്നെ, നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം എന്നത് ഇസ്തിഗാസയായിരുന്നു. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസർ സ്വാലിഹീങ്ങൾ, അംബിയ, ഔലിയാക്കളോട് അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവ് കൊണ്ട് അവർ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ അവരോടുള്ള സഹായ തേട്ടം, അതിവിടെ ശിർക്കാണെന്ന വലിയ അപകടം പിടിച്ച വാദവുമായിട്ടാണ് ഇവിടെയുള്ള മുജാഹിദുകൾ 921 ശേഷം ഉദയം ചെയ്തു വന്നിട്ടുള്ളത്. ആ വാദം തന്നെയാണ് പല തിരുത്തലുകൾക്ക് വിധേയമാക്കിക്കൊണ്ട്, അഥവാ വഫാത്തായ മഹത്തുക്കളോടുള്ള ഇസ്തിഗാസ ശിർക്കാക്കാൻ വേണ്ടി പല മാനദണ്ഡങ്ങൾ കൊണ്ട് ഇവിടെയുള്ള മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം മാനദണ്ഡങ്ങളിൽ നിന്ന് തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പല വാദങ്ങളും മാറ്റിപ്പറയേണ്ടി വന്ന ദുരവസ്ഥയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ ശംസുദ്ദീൻ പാലത്ത് മൗലവി എന്നത് ഇവരുടെ ടോപ്പ് നേതാവാണ്. ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ ഇത്തരം വാദങ്ങളിൽ നിന്നുള്ള ആ മാറ്റം നമ്മളിവിടെ കണ്ടതാണ്. പക്ഷെ ആ മാറ്റത്തിന് അധിക സമയമുണ്ടായില്ല എന്നത് മറ്റൊരു ദൗർഭാഗ്യകരമാണ്. ഇരിക്കട്ടെ, 921 കേരളത്തിൽ ഉദയം ചെയ്ത മുജാഹിദുകൾക്ക് ഇസ്തിഗാസയുടെ വിഷയത്തിൽ പറഞ്ഞ മാനദണ്ഡങ്ങളും ഷിർക്കിന്റെ നിർവചനങ്ങളും ദുആഇന്റെയും ഇബാദത്തിന്റെയും ഇവർ പറഞ്ഞു വെച്ച നിർവചനങ്ങളെല്ലാം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്, ഇപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇവർ പല വിഭാഗങ്ങളായി മാറിയത് അല്ലെ. ഒരു കാലത്ത് ഔലിയാക്കളോടുള്ള സഹായം, അമ്പിയാക്കളോടുള്ള സഹായം ഷിർക്കും കുഫറും എന്നൊക്കെ പറഞ്ഞവർക്ക് ജിന്നിനോടുള്ള സഹായ തേട്ടം അത് അനുവേദനീയമാക്കേണ്ടി വന്നിട്ടുണ്ട്. അബോധികമായ സഹായം എന്ന നിർവചനം ഇവർക്ക് മനുഷ്യ കഴിവിന് അതീതം, സൃഷ്ടി കഴിവിന് അതീതം, കാര്യകാരണബന്ധത്തിന് അപ്പുറം ഇപ്പുറം, തെളിഞ്ഞ വഴി, മറഞ്ഞ വഴി, ഇങ്ങനെയുള്ള ഒരുപാട് നിർവചനങ്ങളിലൂടെ, അഥവാ തൗഹീദിനും ഷിർക്കിനും മൗലവിമാർ നൽകിയ നിർവചനങ്ങളിലൂടെയുള്ള തേരോട്ടമാണ് ഇവിടെയുള്ള മുജാഹിദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിർവചനങ്ങളൊന്നും മുജാഹിദുകൾ ഇസ്തിഗാസയെ ഷിർക്കാക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള നിർവചനങ്ങൾ പൂർവ്വസൂരികളായ അയിമ്മത്തുകളിൽ നിന്നോ, അഥവാ സലഫ് സ്വാലിഹീങ്ങളിൽ നിന്നോ, സ്വഹാബത്തിൽ നിന്നോ, ഇമാമിയങ്ങളിൽ നിന്നോ, മദ്ഹബിലെ ഇമാമിയങ്ങളിൽ നിന്നോ, ആരിൽ നിന്നും ഇത്തരം നിർവചനങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉദയം ചെയ്ത ഈ മുജാഹിദ് 8 വിഭാഗം, അഥവാ 8ഓളം വിഭാഗങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇവരെല്ലാവരും ഈ പറയുന്ന വാദം അത് വികലവാദമാണ്, അത് ബിദ്അത്തിന്റെ വാദമാണ്. തീർച്ചയായും മുസ്ലിം ഇജ്മാ, അഥവാ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇനെതിരെയുള്ള വികലവാദങ്ങളാണ് ഇവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ബിദ്അത്തിന്റെ അഹ്ലുകാര് എന്ന് ഇവിടെയുള്ള സുന്നികളായ ഞങ്ങൾ ഇവിടെ പറയുന്നിടത്തോളം വഫാത്തായ മഹത്തുക്കളോടുള്ള ഇസ്തിഗാസ, അഥവാ വഫാത്തായി കഴിഞ്ഞാൽ എല്ലാം തീർന്നു, അവരോട് നമുക്കൊന്നും ആവശ്യപ്പെടാൻ കഴിയില്ല, അങ്ങനെ വല്ലതും അവരോട് ആവശ്യപ്പെടുമ്പോൾ അത് ശിർക്കാണ്, അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന ഒരു പൊട്ടവാദമാണ് ഇവിടെയുള്ള മുജാഹിദുകൾ, നമ്മുടെ മൗലിമാരൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വലുവന്നഹും ഇദ്വലമു അൻഫുസഹും എന്ന ആയത്ത് ഞങ്ങൾ ഇവിടെ തെളിവ് കൊണ്ടുവന്നത്. ഇവിടെയുള്ള ഗ്രൂപ്പിലുള്ള നിഷ്പക്ഷമതികളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, അഥവാ നബി സല്ലല്ലാഹു എല്ലാ ആയത്തിറങ്ങാനും കൃത്യമായ ഒരു സബബ് നുസൂൽ ഉണ്ടാകും, അഥവാ അവതരണ പശ്ചാത്തലം. ആ അവതരണ പശ്ചാത്തലം ഖാസ്സായിരിക്കും, പക്ഷെ അതിന്റെ നിയമം അത് ഉമൂമിനുള്ളതായിരിക്കും. അതാരാണ് ഇവിടെ പറയേണ്ടത്? അത് മുഫസ്സിറുകളല്ലേ പറയേണ്ടത്, അത് ഇമാമിയങ്ങളല്ലേ പറയേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് നമ്മൾ ഇവിടെ പറഞ്ഞെന്തിനു വേണ്ടിയാണ്? അഥവാ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ ഒരു ഓഫറാണ്. അഥവാ എൻ്റെ പാപം പുറത്ത് കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച്, ഓ നബിയെ, അങ്ങ് അള്ളാഹുവിനോട് എൻ്റെ പാപം പുറത്ത് കിട്ടാൻ ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിശ്ഫാ നടത്തുക. ഈ ഇസ്തിശ്ഫാ വഫാത്തിന് ശേഷവും നടത്താം എന്നത് ഞങ്ങൾ, അഥവാ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ ഫത്വയാണോ ഞങ്ങൾ ഇവിടെ പറഞ്ഞത്? അല്ല. പൂർവ്വസൂരികളായ, അഥവാ തഫ്സീർ ഇബ്നു കസീർ, ഇമാം ഖുർത്തുബിയെ പോലുള്ള ധാരാളം മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ച് ഇതിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കൽ പോയി പാപമോചനത്തിന് വേണ്ടി ഇസ്തിശ്ഫാ നടത്തിയ സംഭവം കൊണ്ടുവന്നു. കേവലം 1-2 മുഫസ്സിറുകളാണോ? ഇഷ്ടം പോലെ മുഫസ്സിറുകൾ കൊണ്ടുവന്നിട്ടില്ലേ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ സിയാറത്തിന്റെ മര്യാദ പഠിപ്പിക്കുന്നിടത്ത് ഒരുപാട് ഇമാമിയങ്ങൾ അസ്അലുക ഷഫായ, നബിയെ അങ്ങനെക്ക് ഷഫാഅത്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടണം എന്ന് തന്നെ കൃത്യമായി പഠിപ്പിച്ച ധാരാളം ഇമാമിയങ്ങൾ. ഞാനിവിടെ 32ഓളം കിതാബുകൾ മുകളിൽ കോട്ട് ചെയ്തിട്ടുണ്ട്.
ഇവരൊക്കെ ഈ ആശയം പഠിപ്പിക്കുമ്പോൾ ഇതിന് വിരുദ്ധമായി നമ്മുടെ ഈ മൗലവി ഇവിടെ വാദങ്ങൾ മാറ്റിപ്പറയുന്ന ഈ മൗലവിയുടെ വാദം എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇദ്ദേഹം കഴിഞ്ഞ തവണ ഇദ്ദേഹം തന്നെ ഇങ്ങോട്ട് ചോദിച്ചു, നബിയെ അങ്ങന്റെ അള്ളാഹുവിൽ നിന്ന് പാപം പുറത്തു കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ഖബറിങ്കൽ പോയി നബിയോട് ആവശ്യപ്പെടുമ്പോൾ എവിടെയാണ് ശിർക്ക് എന്ന് ചോദിച്ച മൗലവിക്ക് പിന്നീട് ആ വാദം തിരുത്തേണ്ടി വന്നു. ഇവിടെയുള്ള ഗ്രൂപ്പിലെ നിഷ്പക്ഷമതികളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വാദങ്ങൾ മാറ്റിപ്പറയുന്നവരുടെ ഇത്തരം വികലമായ വാദങ്ങൾ ഇവിടെയുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ. നമുക്കിവിടെ വാദം മാറ്റിപ്പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മളിവിടെ നമ്മുടെ വകയായി പറയുന്ന വാദമല്ല. ഇമാമിയങ്ങളും മുഫസ്സിരീങ്ങളും കൃത്യമായി പഠിപ്പിച്ച് നിരൂപണം നടത്തി സമുദായത്തെ പഠിപ്പിച്ച വിഷയങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒന്നോ രണ്ടോ കിതാബുമാണോ? അല്ല, 100-ലധികം കിതാബുകൾ ഈ വിഷയത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ഇമാമിയങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഉത്ബി റളിയല്ലാഹു അൻഹു സംഭവം ഉദ്ധരിച്ച് ഈ സമുദായത്തെ പഠിപ്പിച്ച ആശയം എന്താണ്? വഫാത്തായി കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണ്, ആ റസൂലിനോട് എൻ്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം എന്ന് പഠിപ്പിച്ച ആശയമാണ് ഇവർക്ക് പഠിപ്പിച്ചത്. ഇതിന് വിഭിന്നമായി കേവലം ഈ മൗലവിമാരുടെ വികലവാദങ്ങളും അതുപോലെ തന്നെ ദുർഘടം പിടിച്ച മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളൊന്നും നമുക്ക് മുഅ്മിനീങ്ങളായ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് പൂർവ്വസൂരികളായ അയിമ്മത്തുകൾ പഠിപ്പിച്ച ആശയ ആദർശങ്ങൾ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഇവിടെയുള്ള സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെയുള്ള ഗ്രൂപ്പിലുള്ള ആളുകളോട് നമുക്ക് പറയാനും ഉള്ളത്. അത് ഞങ്ങൾ വെറുതെ പറയുകയല്ല, ഈ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇവിടെ മുകളിൽ ഓരോ നൂറ്റാണ്ടിലെയും അഥവാ 3-ാം നൂറ്റാണ്ടിലെയും 4-ാം നൂറ്റാണ്ടിലെയും അങ്ങനെ തുടങ്ങി ഈ 14 നൂറ്റാണ്ടുകൾക്കിടയിലുള്ള ജീവിച്ചു വഫാത്തായ ഹാഫിലീങ്ങളും മുഹദ്ദിസീങ്ങളും അതുപോലെ തന്നെ മറ്റ് ഫുഖഹാക്കളും ഒക്കെ പഠിപ്പിച്ച ആദർശമാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിന് വിഭിന്നമായി ഇപ്പം ആര് പറഞ്ഞാലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അതിനെ തള്ളിക്കളയുക എന്നല്ലാതെ മറ്റെന്ത് ന്യായമാണ് ഇവിടെ പറയാനുള്ളത്? ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ കറാമത്തുമായി മൗലവി 2 ഇബാറത്ത് വിട്ടിരുന്നു. ഒന്ന് നൈമാമിൻ്റെയും മറ്റൊന്ന് തജ്രീദ് തൗഹീദ് മഖ്രിസിയുടെ ഇബാറത്തും. ആദ്യമായി കറാമത്ത് മരണശേഷം ഉണ്ടാവില്ലെന്ന മൗലവിയുടെ വാദത്തെ പൊളിച്ചെടുക്കാൻ മാത്രം സാക്ഷാൽ മൗലവിയുടെ ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയ വളരെ വ്യക്തമായി അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ മുകളിൽ വിട്ടിട്ടുണ്ട്. ആമുർ റമാദിൽ ഹിജ്റ 17 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിങ്കൽ വന്ന് മഴയെ തേടിയ സംഭവം, സമാനമായ മറ്റു ധാരാളം സംഭവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീഴിലുള്ള മറ്റു സ്വാലിഹീങ്ങളിൽ നിന്നും ഇത്തരം ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല എന്നും അത്തരം വഫാത്തിന് ശേഷം അഥവാ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്രകാരം ഉത്തരം കൊടുത്തുവോ അപ്രകാരം വഫാത്തിന് ശേഷവും നബി തങ്ങൾ ഉത്തരം കൊടുക്കുമെന്നും അങ്ങനെ ചോദിച്ചു വരുന്നവരുടെ ഈമാനിന് ഇൽത്തിറാബ് സംഭവിക്കാതിരിക്കാൻ ഇബ്നു തൈമിയ പറയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് ഇസ്തിഗാസയുമായി വരുന്നവർക്ക് അവരുടെ ഈമാനിന് ഇൽത്തിറാബ് സംഭവിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷവും അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഉത്തരം കൊടുത്തിട്ടുണ്ട്. അവരുടെ ആവശ്യ പൂർത്തീകരണം നടന്നിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ പറയാൻ അത് കബറാളിയുടെ കറാമത്തായി വേണം കാണാൻ. കണ്ടോ, ഈ വാദത്തെയാണ് മൗലവി ഉരുണ്ട് മറിഞ്ഞ് കളിക്കുന്നത്. ഇവിടെ സ്വന്തം നേതാവ് പറഞ്ഞ ആശയത്തെ വിപരീതമായിട്ടല്ലേ ഇവിടെ മൗലവി പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൗലവി ഇട്ട 2 കിതാബിലും എന്താ ഉള്ളത്? നൈമാമിന്റെ ഇബാറത്തിൽ എന്താ ഉള്ളത്? വഫാത്തിന് ശേഷം കറാമത്തും മൂജിദത്തും ഇല്ല എന്ന, മൂജിദത്ത് പാടെ നശിച്ചു പോയി എന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂജിദത്ത് കൈവിരലിൽ കൂടി വെള്ളം കൊടുത്തിട്ടുണ്ട്, ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു, അങ്ങനെ ഒരുപാട് മൂജിദത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അക്കാലത്തുള്ള ജനങ്ങൾക്ക് അത് സാക്ഷിയായിട്ടും ഉണ്ട്. അതിങ്ങനെ നിലനിന്നു പോകുന്ന കാര്യമല്ല. ആ സമയത്തുണ്ടായി, ജനങ്ങൾ കണ്ടു, ബോധ്യപ്പെട്ടു. കണ്ട അബൂജഹൽ അത് മായാജാലമാണ്, ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു മായാജാലമാണെന്നൊക്കെ പറഞ്ഞ് അബൂജഹൽ പിന്മാറി. അത് എന്നാൽ നൈമാം പറഞ്ഞെന്താ? മൂജിദത്തിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂജിദത്തിൽപ്പെട്ട പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ഖിയാമത്ത് നാൾ വരെ നിലനിന്നു പോകുന്ന ഒരു മൂജിദത്ത്. അല്ലാതെ മൂജിദത്ത് പാടേ റസൂലുള്ളാഹിക്ക് വഫാത്തിന് ശേഷം നശിച്ചു പോയി അല്ലെങ്കിൽ മുറിഞ്ഞു പോയി എന്ന് നൈമാം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ മഖ്രീസി തജ്രീദ് തൗഹീദിൽ പറഞ്ഞ വിഷയം എന്താ? ആഖിറത്തിൽ നടക്കുന്ന, പതിവിന് വിപരീതമായി നടക്കുന്ന കാര്യം ആഖിറത്തിൽ എന്ത് പറയും? അത് മൂജിദത്ത് എന്ന് പറയുമോ? അല്ല, എന്താണ് അതിന് പറയുക എന്ന ഒരു ചർച്ചയാണ് അവിടെ കൊണ്ടുവന്നത്. അല്ലാതെ മൂജിദത്ത് പാടെ ഇല്ല എന്നല്ല, കറാമത്ത് പാടെ ഇല്ല എന്നല്ല. മൗലവിയുടെ ദുർവ്യാഖ്യാനമാണ്. കാരണം തജ്രീദ് തൗഹീദിന്റെ അവലംബം തന്നെ ആരുടെ കിതാബാണ്? ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബാ. ആ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് റൂഹിൽ തന്നെ കാണാം,
അദ്ദേഹം പറയാണ് സ്വന്തം ഉസ്താദായ ഇബ്നു തൈമിയ സ്വപ്നത്തിൽ അതായത് മരിച്ചതിന് ശേഷമേ ഇബ്നു തൈമിയ എന്ത് വരും, സ്വപ്നത്തിൽ വരും. എന്നിട്ട് മരുന്നും മസ്അലയും ഇബ്നു തൈമിയ പറഞ്ഞു കൊടുക്കാറുണ്ട്, മസ്അല ഹല്ല് ചെയ്യാറുണ്ട് എന്ന് സാക്ഷാൽ സ്വന്തം ഉസ്താദിനെ പറ്റി അഥവാ ഇബ്നു തൈമിയയെ പറ്റി ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ അദ്ദേഹത്തിന്റെ കിതാബ് റൂഹിൽ പഠിപ്പിക്കുന്നു. ഇതിനെന്താണ്, ഇതിന് നിങ്ങൾ എങ്ങനെ കാണും? മൗലവി മറുപടി പറയട്ടെ. ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുക? കറാമത്തായിട്ടാണോ അതല്ല മറ്റെന്തെങ്കിലും ആയിട്ടാണോ? നിങ്ങൾ മറുപടി പറയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം കറാമത്ത് മരണശേഷം ധാരാളം സംഭവങ്ങൾ പറയാനുണ്ട്, ഒന്നൊന്നല്ല. സാക്ഷാൽ ഇബ്നു തൈമിയെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളത് തള്ളുമോ കൊള്ളുമോ, ഇനി വീണ്ടും പിടിച്ചോളൂ. ഇമാം റാസി റളിയല്ലാഹു അൻഹു കറാമത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലേ? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കറാമത്ത് തഫ്സീർ റാസിയിൽ 972. തഫ്സീർ റാസി ഇവിടെ പറയാൻ കാരണം എന്താ? 972 മാർച്ചിൽ അൽമനാറിൽ ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീർ ശിർക്ക് നിർമ്മാർജ്ജനം ചെയ്ത കിതാബാണ്, സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരുടെ മൗലവിയുടെ എന്ത് ദുർവ്യാഖ്യാനം കൊണ്ടുവന്നാലും തഫ്സീർ റാസിയിൽ സംഭവമുണ്ട്. എന്ത്? വഫാത്തായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാറത്തിങ്കൽ വന്ന് വെച്ച് നബി തങ്ങളോട് സ്വഹാബത്തൊന്നടങ്കം സഹായം ചോദിക്കുന്നു. എന്തിന്? റസൂലുള്ളാഹിന്റെ അടുത്ത് മറമാടാൻ വേണ്ടിയിട്ട്. നബി തങ്ങൾ ഉത്തരം കൊടുക്കുകയും ചെയ്തു. ആ സംഭവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തായിട്ടാണ് കൊണ്ടുവരുന്നത്. ഖുലഫാഉ റാഷിദീങ്ങളെ കറാമത്ത് പറയാൻ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് തെളിവ് പറയാൻ ഒന്നാമത്തെ സംഭവമായി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കറാമത്ത് എന്ന് പറഞ്ഞ് ഇമാം റാസി ഉദ്ധരിക്കുന്നു. എന്ത് പറയാനുണ്ട് മൗലവി? അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ വാദം മാറ്റി പറയാതെ ഇവിടെ ഒരുപാട് വാദങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് മൗലവിയുടെ രക്തത്തിൽ അലിഞ്ഞ സ്വഭാവം. മുമ്പ് ജിന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് അത് പിന്നീട് മാറ്റി പറഞ്ഞു, അത് എനിക്ക് അബദ്ധം പറ്റിയതാന്നൊക്കെ പറഞ്ഞ ആളാണ് നമ്മുടെ ഈ മൗലവി. ഈ ഗ്രൂപ്പിൽ തന്നെ പല വാദങ്ങളും പറഞ്ഞ് മണിക്കൂറുകളുടെ വാലിഡിറ്റി മാത്രമേ അത്തരം വാദങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ എന്ന് ഈ ഗ്രൂപ്പിലെ ജനങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ പറയുന്ന കിതാബുകളും ഇമാമിയങ്ങളും പഠിപ്പിച്ച ആശയ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുസ്ലിയാർ ഈ ചർച്ചയുടെ അവസാന സന്ദർഭങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോഴും അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാം എന്നതിന് ഖുർആനിൽ നിന്ന് ഒരായത്തും ഓതിയിട്ടില്ല. ഓതിയത് വലോ അന്നഹും ഇളലമോ എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിധി തേടുന്ന വിഷയമാണ്. എന്നതിലപ്പുറത്ത് ഇസ്തിഗാസയുടെ ഒരു വിഷയം, മരണപ്പെട്ടു പോയ ആളുകളോട് ഇസ്തിഗാസ ചെയ്യുന്ന ഒരു വിഷയം, അതിന് തെളിവായിട്ട് ഒരായത്ത് പോലും ഓതിയിട്ടില്ല. ഒന്ന്. രണ്ടാമതായി, അതിൽ അദ്ദേഹം തുടക്കം മുതലേ കൊണ്ടുവരുന്നത് അതീവ ദുർബലമായ ചില ഹിക്കായത്തുകൾ മാത്രമാണ്. ഹദീസ് എന്ന് പോലും പറയാൻ നിലവാരമില്ലാത്തത്, കള്ളുകൂടിയന്മാർ റിപ്പോർട്ട് ചെയ്യുന്നത്, അതേപോലെ തലയും വാലും ഇല്ലാത്തത്, പിന്നെ മത്നോ സനദോ പോലും സ്വഹീഹല്ലാത്തത്, ഈ ജാതി സംഭവങ്ങൾ മാത്രമാണ് ഇത്രയും സമയമായിട്ട്. നിങ്ങൾ നോക്കണം, ഇസ്ലാമിൻ്റെ ഒരു നിർണായകമായ വിഷയം, വലിയ പുണ്യമാണ് എന്ന് ഈ സമസ്തക്കാർ ഘോഷിച്ചു കൊണ്ടു നടക്കുന്ന ഒരു കാര്യം, ഒരു തെളിവ് പോലും അതിൽ തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഇപ്പം മുസ്ലിയാർ പറയുകയാണെന്ത്, ഉത്തുബിക്കഥക്ക് സനദില്ല എന്നുള്ളത് മൂപ്പര ഏതാണ്ട് അംഗീകരിച്ച മട്ട് തന്നെയാണ്. മനസ്സിലായില്ല, അത് മുർസലാണ് എന്ന ഖലീലിയെ അദ്ദേഹത്തെ തള്ളാനും തൊടാനും സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ എന്താണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ മൂപ്പര് കിതാബിന്റെ പേജ് നമ്പർ കാണിച്ചിട്ട് ഇത്രയേറെ കിതാബിൽ വന്നു. പല കാരണങ്ങളാൽ ദുർബലമായ റിപ്പോർട്ടുകൾ കിതാബുകൾ സ്ഥാനം പിടിക്കാലോ. അത് പ്രമാണം എന്നുള്ള നിലക്ക് പരിഗണിക്കണമെങ്കിൽ അത് സ്വഹീഹാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ മൂപ്പര് പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് എന്ന് പറയണോ, വിവരക്കേട് എന്ന് പറയണോ, ഇങ്ങനെയുണ്ട് ഒരു മുസ്ലിയാർ, ഒരു നാണമില്ലാത്ത മുസ്ലിയാർ എന്ന് പറയേണ്ട ഒരു അവസ്ഥയുള്ളത്. അതായത് യഹൂദികളെ കണ്ടിട്ടാണ് അത്രയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസത്തിൽ നോമ്പ് വെച്ചത്. അള്ളാഹിന്റെ വഹിയില്ല, അതേപോലെ തന്നെ ഖുർആാനില്ല, ഹദീസുല്ല, ഒന്നുമില്ല. യഹൂദികളെ കണ്ടിട്ട് നബി ദീന് പഠിച്ചു. യഹൂദികളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാണ് മതരംഗത്ത് എന്ന് അറിയാത്തൊരു മുസ്ലിയാർ. അല്ല തത്തബിയുന്ന സുനന മൻഖാന ഖബിലക്കും ഷിബറം ബി ഷിബർ വ ദിറാം ബി ദിറാ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പൂർവികരെ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന ആക്ഷേപമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അത് ആരെക്കുറിച്ചാണ്? യഹൂദി നസാറാക്കളെ കുറിച്ചാണോ? അവരൊരു ഉടുമ്പിന്റെ മാളത്ത് കയറി അവിടെ വരെ കയറുന്ന ഹത്താലോ ദഹലു ജുഹറ ലബില്ല ദഹൽത്തുമൂന്നാണ് ആക്ഷേപിച്ചുകൊണ്ട് പിൽക്കാലത്ത് യഹൂദികളുടെ മാർഗം പിന്തുടർന്ന സമസ്തക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞത്. കാരണം എന്താ? ഖബർ കെട്ടിപ്പൊക്കുന്ന ജാര സംസ്കാരം ആയിരുന്ന യഹൂദികളുടേതാണ്.
സൃഷ്ടികളോട് ഇസ്തിഗാസ ചെയ്യുന്ന അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ വെച്ച് അവരോട് ദുആ ചെയ്യുന്ന ഇസ്തിഗാസ സമ്പ്രദായം ആരുടേതാണ്? യഹൂദികളുടേതും ക്രൈസ്തവരുടേതുമാണ്. അതേ പരിപാടി അങ്ങനെ തന്നെ ഏറ്റുപിടിച്ചിരുന്ന ആളുകൾ നിങ്ങൾ നോക്കൂ. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പെടുത്തത് യഹൂദികളെ കണ്ടിട്ട് സനത് നോക്കാതെ സിഖത്ത് നോക്കാതെ. നാണം വേണ്ടേ മുസ്ലിയാരെ? നിങ്ങൾ എന്താ ഈ വർത്താനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ വർത്താനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജൂതരുടെ സനതോ അവരതിലാണോ സിഖത്താണോ നോക്കിയില്ല. മൂപ്പർ പറയുന്നത് ദീനിൽ ഇപ്പം നോക്കേണ്ടതില്ല. കാരണം സിഖത്തുകൾ ഉദ്ധരിച്ച അതിലുകൾ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ നമ്മുടെ മുസ്ലിയാരുടെ കയ്യിലില്ലേ? ഇല്ല എന്നുള്ളത് കൊണ്ട് മുസ്ലിയാർ അവസാനം പറയാ നബി മുഹറം 10 നോമ്പ് വിൽക്കാനുള്ള അതിൻ്റെയും സിഖത്തിന് റിപ്പോർട്ട് നോക്കിയിട്ടില്ല. എന്തൊരു വർത്താനം അത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിപ്പിച്ചെന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിയാക്കന്മാരെ പോലെ ഹവ അനുസരിച്ച് സംസാരിക്കുകയില്ല. അത്ര കൃത്യമാണ് വിഷയം. മനസ്സിലായില്ലേ? അപ്പം ഒരു ഹദീസ് തെളിവായിട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ സനതും നോക്കണ്ട, മത്തിനും നോക്കണ്ട എന്നതാണ് മുസ്ലിയാക്കന്മാരുടെ നിലപാട്. ഇതൊരു സഖാഫിയാണ് പോലും. ഇത് വലിയ ഡിഗ്രിയൊക്കെ ഉള്ള ഒരു എന്താണ് ജസരി, എന്താണ് ഇയാളുടെ ഡിഗ്രി, വലിയ ഡിഗ്രിയൊക്കെ നേടിയിട്ടുള്ള മുസ്ലിയാക്കന്മാരുടെ ഒരു നിലവാരം ഇതാണെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കഥ പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം. എന്നാൽ മുസ്ലിയാരെ പഠിച്ചു വെച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സനത് നോക്കേണ്ട കാര്യമുണ്ടോ? അള്ളാന്റെ വഹി വന്ന പിന്നെന്ത് സനത്? അല്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹി വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഹദീസുകളുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സനത് ആവശ്യമായിട്ട് വരുന്നത്. അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. ഇനി യഹൂദികൾക്ക് എതിരാകാനാണ് മുസ്ലിയാരെ ഇസ്ലാം പഠിപ്പിച്ചത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ഒരു വലിയ ഘോജഘോജമാരായി നടക്കുന്ന തങ്ങന്മാർ വരെ ഞങ്ങൾ തലപ്പാവ് ധരിക്കാത്തതിന് കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന ആളുകൾ ക്ലീൻ ഷേവായിട്ട് നടക്കും. മനസ്സിലായില്ലേ? വലിയ വലിയ ആൾക്കാർ ക്ലീൻ ഷേവായിട്ട് നടക്കും. ക്ലീൻ ഷേവായി നടക്കൽ റസൂലിന്റെ ചര്യയാണ് മുസ്ലിയാരെ? അത് യഹൂദികളുടെ ചര്യയാണ്. താടി വളർത്താനും മീശ വെട്ടാനും പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഫുൽ യഹൂദി, യഹൂദികൾക്കെതിരാകണം പറയാൻ തൻ്റെണ്ടോ നിങ്ങൾക്ക്? പരസ്യമായിട്ട് താടി വടിക്കൽ ഹറാമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? സലഫി ഉലമാക്കൾ അത് പറയും. ഇനിയിപ്പോൾ ഏതെങ്കിലും മുജാഹിദ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മൗലവി താടി വെക്കാത്തണ്ട് അതവിടെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അവരോടും ഞങ്ങൾ പറയും ഇങ്ങനെ തന്നെ. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അത്രമാത്രം യഹൂദികൾക്കെതിരാകണം എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തന്നെ ഒരു യഹൂദിയെ കണ്ടിട്ടാണ് യഹൂദിയുടെ നിയമം നോക്കി സിഖത്ത് നോക്കാതെ അതിലാണോ എന്നൊന്നും നോക്കാതെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യഹൂദി മതം തന്നെ നോക്കിയില്ല എന്നല്ലേ മനസ്സിലാകുന്നത്. സിഖത്ത് അവിടെ നിൽക്കട്ടെ, അതിലവിടെ നിൽക്കട്ടെ, ദീന് തന്നെ നോക്കാതെയാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുന്നത്ത് നോമ്പ് കൊണ്ടുവന്നത് എന്ന തികഞ്ഞ അപരാധം, പച്ചക്കളവ്, മഹാവിവരക്കേട്, വങ്കത്തം ഒരു മുസ്ലിയാരാകാൻ പോയിട്ട് ഒരു മുസ്ലിയാരുട്ടിയാകാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് താങ്കൾ ഇവിടെ തെളിയിച്ചു. എന്തിനാണ് മുസ്ലിയാക്കന്മാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ ജിയലിയെ ഉദ്ധരിച്ചിരുന്നു, വഹദത്തുമാല കൊണ്ടുവന്നിരുന്നു. സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ എന്ന തത്വമാണ് അടിസ്ഥാനപരമായിട്ട് ഇവന്മാർ കൊണ്ടു നടക്കുന്നത്. മൊയ്തീൻ ശേഖിനോട് പ്രാർത്ഥിച്ചാൽ അത് റബ്ബിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അത് മൊയ്തീൻ ശേഖിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ജാതി കുഫറിന്റെ വാചകങ്ങളല്ലേ അവർ പഠിപ്പിക്കുന്നത്? നിഷേധിക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ കണ്ണിന് ദിവ്യശക്തി പകരും, കാതിന് ദിവ്യശക്തി പകരും. അള്ളാഹുവിന്റെ കഴിവ് അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുക്കും, ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞ് സൃഷ്ടിക്കാനുള്ള കഴിവും ജീവൻ കൊടുക്കാനുള്ള കഴിവൊക്കെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്ന് പാടിപ്പറഞ്ഞിറക്കുന്ന മുസ്ലിയാക്കന്മാർ ദീനിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ മറ്റാരാണ്? നിങ്ങൾ നോക്കൂ, ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഒന്ന്, വലാ തദൂ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. ഗുണദോഷങ്ങൾ ചെയ്യാത്ത, അള്ളാഹു കൂടാതെ ഗുണദോഷങ്ങൾ ചെയ്യാത്ത ഒരാളെയും നിങ്ങൾ വിളിച്ചു തേടാൻ പാടില്ല. അങ്ങനെ ചെയ്താലോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞാണ്. ഇനി വീണ്ടും പറയാം, അള്ളാഹു ആർക്കെങ്കിലും ഒരു ദുരിതം നിശ്ചയിച്ചാൽ അള്ളാഹു അല്ലാതെ അതിനെ നിവാരണം ചെയ്യാൻ, അനാവരണം ചെയ്യാൻ, നീക്കം ചെയ്യാൻ മറ്റൊരാളില്ല. അള്ളാഹു നിനക്ക് ഒരു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ആ ഫളിനെ തടയുന്നവനുമില്ല. യുസീബു ബിഹി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് കാര്യങ്ങൾ ബാധിപ്പിച്ചു കൊടുക്കുക. വഹുവൽ ഗഫൂർ റഹീം, അവൻ അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. മനസ്സിലായില്ലേ? ഇനിയോ വളരെ കൃത്യമായി പഠിപ്പിച്ചു, ആരാണ് ആകാശത്തു നിന്ന് മഴ ചൊരിഞ്ഞത് എന്ന് മക്കയിലെ മുശ്രിക്കിനോട് നീ ചോദിക്കുകയാണെങ്കിൽ, മുശ്രിക്കുകൾ എടുത്തു പോയിട്ട് ഈ വിഷയങ്ങളും പഠിക്കേണ്ട ഒരു ദുർഗതി ഏതായിരുന്നാലും നമ്മുടെ മുസ്ലിയാക്കന്മാർക്കുണ്ട്.
എന്നിട്ട് ഭൂമിയെ അതിൻ്റെ നിർജീവതയ്ക്ക് ശേഷം അതിന് ആ മഴ മുഖേന ജീവൻ നൽകിയത് ആരാണ് എന്ന് നീ ഒരു മുശ്രിക്കിനോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായിട്ടും അവർ പറയും അള്ളാഹു തന്നെയെന്ന്. മക്കയിലെ മുശ്രിക്ക് പോലും മഴ പെയ്യിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹു ആണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അല്ലാതെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായിട്ടുള്ള, തങ്ങൾ അള്ളാഹുവിലേക്ക് ഇടയാളന്മാരായി സ്വീകരിച്ചിട്ടുള്ള, തങ്ങൾ അള്ളാഹുവിലേക്ക് ശുഫാ ആയി സ്വീകരിച്ചിട്ടുള്ള, ശുറക്ക ആയി പരിഗണിച്ചിട്ടുള്ള ആളുകളാണ് എന്നല്ല അവർ പറയാം. എന്നാൽ നമ്മുടെ മുസ്ലിയാക്കന്മാർ പറയണത് എന്താ? പറയുന്നത് എന്താ? യാ ഖുതുബ അഹ്ലിസ്സമാഇ വൽ അർളി ഗൗസഹുമ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈസിഹിമ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ കൃത്യമായിട്ട് പറയുന്നത്? യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീനി യാ ഗൗസൽ അഅ്ലം കുല്ലദ്ദഹ്രി വൽ ജീലി എന്നെല്ലാം പറഞ്ഞിട്ട് വൽഹൈനി കുല്ലദ്ദഹ്രി വൽഹൈനി എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പറയാം ആകാശഭൂമിയുടെ അച്ചുതണ്ടും അതേപോലെ തന്നെ എല്ലാവർക്കും സഹായം നൽകുന്നവനുമായ മഹാനവറുകളെ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് പ്രയോജനപ്രദമായ നദിയും അരുവിയും അതേപോലെ മഴയും വെള്ളവും ഒക്കെ ഒഴുക്കുന്ന മഹാനെ, ആരാ നമുക്ക് വെള്ളം തരുന്നത്? ആരാ നമുക്ക് അരുവികൾ തരുന്നത് എന്ന് പറഞ്ഞിട്ട് അത് റബ്ബാണ് എന്നുള്ളത് മുശ്രിക്ക് പോലും അംഗീകരിച്ച് നമ്മൾ കണ്ടു. പക്ഷെ മുസ്ലിഹാക്കന്മാർ പഠിപ്പിക്കുന്നത് എന്താ? അത് മൊയ്തീൻ ശൈഖാണെന്നാ. ഉന്നതരായ രണ്ട് വ്യക്തികളുടെ, മനസ്സിലായില്ല, അതായത് നബിയുടെയും അലിയുടെയും പേരക്കുട്ടി എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഉദ്ദേശിക്കുന്നത് മകനെ. അതാണോ അല്ല എന്നൊക്കെയുള്ള വേറെ ചരിത്രം. ഏതായാലും ഇരുവരുടെയും അനന്തര സ്വത്ത് അങ്ങ് സ്വന്തമാക്കിയിരിക്കുന്നു, നേടിയെടുത്തിരിക്കുന്നു. ആ ഇൽമ് നബിയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് അവർ തന്നെ വിശദീകരിക്കുന്നത്. അവർ തന്നെ കൊടുത്ത ട്രാൻസാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വിളിക്കപ്പെട്ടവർ എന്താണ്? അതിൽ വിളിക്കപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടവനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ, എല്ലാ സമയത്തും മഹത്തായ സഹായം നൽകുന്ന ഉന്നതരെ, അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് ഇവിടെ മൊയ്തീൻ ശൈഖിന് വകവെച്ചു കൊടുക്കുന്നത്. പാച്ച ഷിർക്ക്. പടച്ചോൻ എന്നിവർ വിളിച്ചിട്ടുള്ള ഇവരെ കൂട്ടത്തുള്ളവർ CM-നെ പോലത്തെ ആളുകളെയും അതേപോലെ അങ്ങനത്തെ മനോരോഗികളോ അല്ലാത്തവരോ ഒക്കെ ആയിട്ടുള്ള ഓച്ചിറ ഉപ്പാപ്പ മുതൽ മുനമ്പത്തടിഞ്ഞ് ബീവി വരെയുള്ള ആളുകളൊക്കെ അവർ പടച്ചോൻ എന്ന് വിളിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒരുപാട് നിർണായകമായ ചോദ്യങ്ങൾ ചോദിച്ചത് ഇൻഷാ അല്ലാഹ് അടുത്ത റൗണ്ടിൽ ഞാനത് എണ്ണിപ്പറയും. ഒരെണ്ണത്തിനും മുസ്ലിയാർ മറുപടി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം നടന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദ, വ്യക്തമായൊരു വിശദീകരണം പറയാൻ മുസ്ലിയാർക്ക് കഴിഞ്ഞോ? ഇല്ല. ഖുലിദുല്ലാദിന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫ ദുരിയൻകും വലാ തഹ്വീല. നബിമാരെയും ഔലിയാക്കളെയും മലക്കുകളെയും വിളിച്ചു തേടുന്നവരെ കുറിച്ചാണ് ഈ ആയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അവർക്ക് കഴിയില്ല, അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അള്ളാഹ് കൊടുത്ത കഴിവ് കൊണ്ടുമില്ല, സ്വയം കഴിവ് കൊണ്ടുമില്ല. സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്നില്ല എന്നൊക്കെ ഞാൻ വ്യക്തമാക്കിയിട്ടും മുസ്ലിയാർ ഒരു കച്ചിത്തുരുമ്പിന്റെ പിന്നാലെ ഒരു എന്താ പറയാ, ഒരു അതീവ ദുർബലമായ ഒരു കെട്ടുകഥയുടെ ഒരു കള്ളുകുടിയന്റെ, മഹാകള്ളുകുടിയന്റെ, മനസ്സിലല്ലേ, എന്നിട്ട് അവനെ മുഹദ്ദിസാക്കാൻ വേണ്ടി മുസ്ലിയാർ ഇവിടെ കളിച്ച ട്രപ്പീസൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതിന്റെ പിന്നാലെ തന്നെ പോകുന്ന ഒരു ദുർഗതിയാണ് നമ്മൾ ഈ ചർച്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം നഫീസത്തുൽ മിസ്രിയുടെ ഖബറിങ്കലേക്ക് ഈ വ്യതിയാന കക്ഷികളിൽപ്പെട്ട ആളുകൾ, സൂഫികൾ, ഷിയകൾ, അതേപോലെ തന്നെ പിഴച്ച വിശ്വാസികൾ ആ ഖബറിൽ, ആ മഖബറയിൽ വന്ന് അവരോട് തേടാൻ വേണ്ടി അങ്ങോട്ട് വരുന്ന ആ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ഇമാം സഖാവി, ഇമാം ശംസുദ്ദീൻ സഖാവി അദ്ദേഹത്തിന്റെ അൽ ജവാഹിർ വദ്ദുറർ ഫി തർജുമത്തി ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ എന്ന കൃതിയിലെ 2949 വർണ്ണിച്ചത് നിങ്ങൾക്ക് കാണാം. എന്താ പറഞ്ഞത്? വമാ സാല ഖബ്റുഹാ മഖ്സൂദൻ ബിസിയാറതി വത്തബറുകി ബിഹി. നഫീസത്തുൽ മിസ്രിയുടെ ഖബർ അത് സിയാറത്തിനും തബറുക്കിനും വേണ്ടി ലക്ഷ്യം വെച്ചതായിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എത്രത്തോളം എന്നറിയാമോ? ഹത്തസ്തഹറ അൻ നഖ്ലി ബഅദിൽ ഉലമാ, ചില പണ്ഡിതന്മാരിൽ നിന്നുള്ള ഉദ്ധരണികൾ പ്രസിദ്ധമാകുമാർ അന്നൽ മിസ്രിയീന കാനു യുസമ്മൂന ദുആ ഇൻദഹ അത്തിരിയാഖൽ മുജറബ്. ആക്ഷേപമായിട്ടാണ് ഇബ്നു ഹജർ പറയുന്നത്. നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ അടുത്ത് പോയാൽ ഉത്തരം കിട്ടും, അത് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്, തിരിയാഖുൽ മുജറബാണ് എന്ന് ചില ആളുകൾ, വലിയ ഉലമാക്കൾ തന്നെ ഈജിപ്തിലുള്ള ചില ആൾക്കാർ പറയുമാർ. അത്രയും പ്രസിദ്ധി അതിന് കിട്ടിയിട്ടുണ്ട്. വഖദ് ഗലാ ഫീ ദാലിക ബഅദുൽ അവാം, എന്നാൽ ആ വിഷയത്തിൽ പൊതുജനങ്ങളിലെ ചില ആളുകളൊക്കെ അതിര് വിട്ടുപോയിട്ടുണ്ടെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി വരെ പറഞ്ഞു. മനസ്സിലായില്ലേ? ചിലർന്നല്ല, ബൽ കുല്ലുഹും, അവിടെ വരുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ അതിര് വിട്ടവരാണ്
പിഴച്ച വിശ്വാസികളാണ് ഈ ഖബറിന്റെ അരികിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന നിലക്ക് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി. ഇവിടെ ഖബറിന്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമല്ലേ എന്നുള്ളതല്ല നമ്മളെ ചർച്ച. നഫീസത്തുൽ മിസ്രിയോട് നേരിട്ട് തേടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഹത്താ ഇന്ന ബഅദഹും യഖഉ ഫിൽ കുഫ്രി. എത്രത്തോളം എന്നാൽ നഫീസത്തുൽ മിസ്രിയുടെ ഖബറിങ്കൽ വരുന്ന ഈ ആളുകൾ അവിടെ അവർ കുഫറിൽ തന്നെ അഥവാ ഷിർക്കിൽ തന്നെ പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വഹുവ ലാ യഷ്ഉർ. പക്ഷേ തങ്ങൾ ഷിർക്കിലാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മളെ മുസ്ലിയാക്കന്മാരെ പോലെ തന്നെ. വല്ലാഹുൽ മുസ്തആൻ. അള്ളാഹുവോടാണ് സഹായം ചോദിക്കേണ്ടത്. അപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ വരെ അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ നേരത്തെ ഞാൻ കേൾപ്പിച്ചിരുന്നു. മുസ്ലിയാർ ബബ്ബബ പറഞ്ഞു ഒഴിഞ്ഞു മാറിയതാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദായ നുഐം ബിൻ ഹമ്മാദിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു കാരണവശാലും നമ്മളൊരു ഇസ്തിആദത്ത് നടത്തിയാൽ, ശരണതേട്ടം നടത്തിയാൽ അതിന് ഉത്തരം നൽകാൻ കഴിയുന്നവരോടല്ലാതെ ശരണതേട്ടം പാടില്ല. അതുകൊണ്ട് തന്നെ അഊദു ബി കലിമാത്തില്ലാഹി തമ്മ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ കലാമാണ് ഉദ്ദേശ്യം, മറ്റൊന്നും അവിടെ ഉദ്ദേശിച്ച. കാരണം ഒരു സൃഷ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ അവിടെ കലാം എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയാണെങ്കിൽ അത് പറ്റൂല. ഇതിലായ ഒരു സൃഷ്ടിയോട് ശരണതേട്ടം പാടില്ല എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞത് തുടക്കം മുതൽ ഞാൻ ഉദ്ധരിച്ചിട്ട് അത് ഞമ്മക്ക് തർക്കല്ല എന്ന് പറഞ്ഞ് മെല്ലെ സൂത്രത്തിൽ രക്ഷപ്പെടാൻ നോക്കുക മുസ്ലിയാർ ചെയ്തത്. നിങ്ങൾക്ക് തർക്കമുള്ള വിഷയമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ അദ്ദേഹം ഗണ്ണിച്ചു. നഫീസത്തുൽ മിസ്രിയുടെ ഖബർ ഈ കുഫറിന്റെ കേന്ദ്രമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഞാൻ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തി. പിന്നെ ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തെ ഇദാ സഅൽത ഫസ്അലില്ല എന്ന് പറയുന്നിടത്ത് കൃത്യമായി എണ്ണി പറഞ്ഞു. എന്ത്? ത്വലബുൽ ഹിദായത്തിനെ ചോദിക്കൽ, ഷിഫാഉൽ മറദ് രോഗശമനം ചോദിക്കൽ, അതേപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള പ്രയാസങ്ങളിൽ ആഫിയത്തിനെ ചോദിക്കൽ, ഫഹ്മുൽ ഖുർആനി വസുന്ന ഖുർആനും സുന്നത്തും ഗ്രഹിക്കാനുള്ള കഴിവ് ചോദിക്കൽ. ഇതൊക്കെ സഅല റബ്ബഹു ദാലിക. ഇങ്ങനെ സൃഷ്ടികരങ്ങളിലൂടെ നടക്കുക പതിവില്ലാത്ത ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടത് സഅല റബ്ബഹു ദാലിക, തൻ്റെ റബ്ബിനോടാണ് അത് ചോദിക്കേണ്ടത്. അതും ഇദാ സഅൽത ഫസ്അലില്ല എന്നുള്ള ഹദീസ് കേൾപ്പിച്ചുകൊണ്ടാണ് ആര് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി ഇബ്നു ഹജർ അസ്ഖലാനി ഇമാം നവവി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞു. മുസ്ലിയാർ എന്താ പറഞ്ഞത്? റബ്ബ് അത് ഷിർക്കാണെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. റബ്ബിനോട് മാത്രമാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയോട് വെച്ചാൽ പിന്നെ ഷിർക്കാണെന്ന് ഇനി വേറെ പറഞ്ഞു തരണോ? അതല്ല, അത് സൃഷ്ടിയോടും ഔലിയാക്കളോടും അമ്പിയാക്കളോടും ചോദിക്കാൻ പറ്റിയൊരു സംഗതിയാണെങ്കിൽ പിന്നെന്തിനാ ഇമാം നവവി റഹിമഹുല്ലാ സഅല റബ്ബഹു ദാലിക അത് റബ്ബിനോടാണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ മുസ്ലിയാരെ റബ്ബിന്റെ ഫിഅലുകൾ ഒരു സൃഷ്ടി ആ റബ്ബ് കൊടുത്ത കഴിവുകൊണ്ട് ആണെന്ന വിശ്വാസത്തിലാവട്ടെ, സ്വയം കഴിവുണ്ടെന്നാണ് വിശ്വാസത്തിൽ റബ്ബിന്റെ അതേ ഫിഅലുകൾ തന്നെ സൃഷ്ടികളും പ്രവർത്തിച്ചാൽ അത് ശിർക്ക് അല്ലെങ്കിൽ പിന്നെ എന്താ ശിർക്ക്? അത് അള്ളാഹുവിൻ്റെ ഫേലുകളിൽ പങ്കുചേർക്കലല്ലേ? ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളിലും അള്ളാഹുവിൻ്റെ ഫിഅലുകളിലും അള്ളാഹുവിൻ്റെ ദാത്തിൽ വരെയും പങ്കുചേർക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു സമൂഹം അധപ്പതിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഖുർആൻ നന്നായിട്ട് പഠിക്കണം, ശരിയായ പൂർവികരുടെ തഫ്സീർ പഠിക്കണം, ഇമാമിങ്ങളെ ശരിയായി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ദുർബലമായതും സ്വഹീഹായതും വേർതിരിച്ച് അറിയാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് അറിവുള്ളവരുമായി നമ്മൾ ബന്ധം പുലർത്തണം. അങ്ങനെ ഹക്കായി മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന സച്ചരിത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാത്തിലായി തിരിച്ചറിഞ്ഞ് പൂർണ്ണമായി വർജിക്കാനുള്ള അറിവും കരുത്തും യഥാർത്ഥമായ ദൃഢവിശ്വാസവും ഈമാനും അള്ളാഹു നമുക്കെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മല്ലാ നബിയ ബഅദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.